അതിനെന്താ ചിരിക്കാൻ? എങ്ങനെ ചിരിക്കാതിരിക്കും? ഒന്നും പറയണ്ട, ഭയങ്കര കോമഡിയാ. നിങ്ങൾ വ്യാജ നിർമ്മിതമാണ്. ഇതോ ഇപ്പൊ കാണുന്ന ഈ ചിത്രം വ്യാജോ? ഇത് വ്യാജോ? ഹലോ, ഇത് വ്യാജമോ? ഈ കാണുന്ന ചിത്രം വ്യാജമോ? കുടുക്കിലാക്കാൻ വേണ്ടി മനഃപൂർവ്വം കള്ളക്കഥകൾ കെട്ടി ചമച്ചുണ്ടാക്കിയല്ലേ? ഫോട്ടോ വീഡിയോ നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ അതൊക്കെ ഞാൻ വേറെ രീതിയിൽ പറഞ്ഞു കൊടുക്കും. ഇനി ഇപ്പൊ ഇത്തിരി നാറിയാലും അത് ഞാൻ അങ്ങനെ സഹിക്കും. ഇപ്പൊ ഉള്ളതിനേക്കാൾ കൂടുതൽ നാറരുതെന്ന് എനിക്ക് പ്രാർത്ഥനയുള്ളൂ. അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ ആങ്കറിനോട് ഞാൻ ചോദിക്കട്ടെ, കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, പെട്ടെന്ന് ചോദിക്കൂ. A1 എന്ന് പറഞ്ഞ സാങ്കേതിക കേട്ടിട്ടുണ്ടോ? AI ഉണ്ട്. അതല്ല AI ആണ്. ഒരു ഫാബ്രിക്കേറ്റഡ് വീഡിയോസിനും എന്നെ എന്റെ തകർക്കാനാകില്ല. അതുപോലെയാണോ ഇത്? എന്തുകൊണ്ട് നിങ്ങൾക്ക് നിയമപരമായ നടപടി എടുത്തുകൂടാ? അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. നിയമപരമായ നടപടി അതുകൊണ്ടല്ല അറസ്റ്റ് ചെയ്തത്. അല്ലല്ല, അത് പ്രചരിപ്പിച്ചതിനെതിരെയാണ് അറസ്റ്റ് ഉണ്ടായത്. പ്രചരിപ്പിച്ചതിനെതിരെയാണ് അറസ്റ്റ്. അറസ്റ്റ് ചെയ്തെങ്കിലും അദ്ദേഹത്തെ വിട്ടയച്ചു. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? ഈ ദൃശ്യങ്ങൾ നിങ്ങൾ കാണൂ. ഇത് എങ്ങനെ AI ചെയ്യും? ഇത് വെള്ളരിക്ക പട്ടണമാണോ ഇത്? അപ്പൊ കാര്യങ്ങൾ സത്യമായിരുന്നല്ലേ? ഇവരുടെ ഈ ചുറ്റികൾ കണ്ടപ്പോ ഞാനൊന്ന് തെറ്റിദ്ധരിച്ചു. ഇതെങ്ങനെ AI ചെയ്യുമെന്ന്? ഇത് AI എങ്ങനെ ചെയ്യാൻ പറ്റും? ഇത് നോക്ക്, നിങ്ങൾ ആ ചിത്രം നോക്ക്. നടക്കുന്ന കാര്യം വല്ലതും പറയടാ. നിങ്ങൾ എന്തൊരു മണ്ടനാ. മുഖ്യമന്ത്രി പറയില്ലല്ലോ ഇത് AI ആണെന്ന്. അതോ അത് ഞാനല്ല. പുറത്തിറങ്ങി കഴിഞ്ഞാൽ തറവാടിന്റെ പ്രിയ സുഹൃത്തെ, നിങ്ങള് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. നിങ്ങളിപ്പോ ഈ കാണിക്കുന്നത് മുഴുവൻ ശുദ്ധ പോക്കറ്റാട്ടോ. താനൊക്കെപ്പോഴും ഈ നുണയം പറയുന്ന വിശ്വസിച്ച് നടക്കാനേ കഷ്ടം. എന്ത് തെറ്റിദ്ധരിപ്പിക്കുക? ഇത് നടന്ന ചടങ്ങാണ്. പഴയ അലവലായത്തരൊക്കെ ഇപ്പോഴും കൂടെ കൊണ്ടു നടക്കല്ലേ? എന്ത് ചെയ്യാനാ? അതെന്റെ തൊലിയുമായിട്ട് ഇഴുകി ചേർന്ന് പോയി. അവിടെ വെച്ച് ഉപഹാരങ്ങൾ കൈമാറിയത് അടക്കമുള്ള കാര്യങ്ങളാണ്. ഇത് ആളുകളെ പറ്റിക്കരുത് അങ്ങനെ ഇരുന്നുകൊണ്ട്. AI സാങ്കേതിക വിദ്യയിൽ കാണിക്കുന്ന ചിത്രങ്ങളും ദൃശ്യങ്ങളും അതൊക്കെ ഗോപാലകൃഷ്ണൻ നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. ഇങ്ങനെയുള്ളതല്ല. ഒരു മിനിറ്റ്. എന്താണെന്ന് അറിഞ്ഞൂടാ, മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വെച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കുന്ന ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളിക്കാർ വരും. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയും അടൂർ പ്രകാശായിട്ട് നിൽക്കുന്ന ഒറിജിനൽ വീഡിയോ ഞാൻ അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല, ഒന്നുമില്ല. പറയുന്നില്ലല്ലോ. ഉണ്ടെന്ന് പറയാ. അല്ലല്ല, ഞങ്ങളത് AI ആണെന്ന് പറയുന്നില്ലല്ലോ. സോണിയാഗാന്ധിയെ നിരവധി ആളുകൾ ദിവസേന കാണുന്നുണ്ട്. ലക്ഷക്കണക്കിന് പേരാണ് കാണുന്നത്. അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ഞങ്ങൾ AI ആണെന്ന് പറയുന്നില്ല. പല കാരണങ്ങൾ പല കാര്യങ്ങൾക്കും കാണും. നിനക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഒരു പോറ്റി വിളിച്ചിട്ട് കാണണമെന്ന് പറഞ്ഞാൽ സോണിയാഗാന്ധി കാണും. പക്ഷെ അതുപോലെ അല്ല ഇത്. ഇത് ഉപഹാരം കൊടുക്കുകയാണ്, കെട്ടിപ്പിടിക്കുകയാണ്. ഇത് ദേവസ്വം മന്ത്രിയും മുഖ്യമന്ത്രിയും കാണുന്നത് പോലെയാണോ സോണിയാഗാന്ധി കാണുന്നത്? എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. ആ കോൺഗ്രസിന്റെ നേതാവാണെങ്കിൽ സോണിയാഗാന്ധിക്ക് ശബരിമലയിൽ എന്ത് കാര്യം? ഇതാ പറഞ്ഞത് അച്ചായൻ മണ്ടനാണെന്ന്. ശബരിമലയിൽ എന്ത് കാര്യം സോണിയാഗാന്ധിക്ക്? സോണിയാഗാന്ധിക്ക് ശബരിമലയിൽ എന്ത് കാര്യം? ഒരൊറ്റ ചോദ്യം ചോദിക്കുന്ന ഈ ചോദ്യം നിങ്ങൾ ഉത്തരം പറയാം. ഞാൻ തോൽവി സമ്മതിക്കാം. സോണിയാഗാന്ധി കോൺഗ്രസ് നേതാവാണോ? അതെ, തീർച്ചയായിട്ടുമാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? ഓർമ്മിപ്പിച്ചതാ പ്രസിഡന്റ്, ഒന്ന് ഓർമ്മിപ്പിച്ചതാ. ഈ സോണിയാഗാന്ധി എന്തിന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങനെ പറഞ്ഞു കൊടുക്കണം. നിനക്ക് മാത്രം എന്താടാ എന്നോട് ചൊറിച്ചിൽ? ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സോണിയാഗാന്ധി കാണണമെന്ന് പറഞ്ഞാൽ കാണാതിരിക്കാൻ പറ്റുമോ? എനിക്ക് കാണാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റുമോ? അതും ശബരിമലയുമായിട്ട് ബന്ധമില്ലല്ലോ. ഒരു ബന്ധവുമില്ലല്ലോ. ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. എന്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. കുത്തിയെന്നുണ്ടല്ലോ. ആവശ്യമില്ലാത്ത കാര്യം ഇടപെടരുത്. നിങ്ങളുടെ മുഖ്യമന്ത്രിയും നിങ്ങളുടെ ദേവസ്വം മന്ത്രിയും കാണുന്നത് പോലെയാണോ സോണിയാഗാന്ധിയും നരേന്ദ്രമോദിയും ഒക്കെ കാണുന്നത്? നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല.
വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ